2025 നീറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി, ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്യൂരിഫിക്കേഷൻ എന്നുള്ള പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലോറോഫോമിനെയും അനലിനെയും സെപ്പറേറ്റ്, മിക്സർ ഓഫ് ക്ലോറോഫോം ആൻഡ് അനലിൻ. ക്ലോറോഫോമും അനലിനും മിക്സർ തന്നാൽ സെപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ മെത്തേഡാണ്. ക്ലോറോഫോം ആൻഡ് അനലിൻ ആർ സെപ്പറേറ്റഡ് ബൈ സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ചുമ്മാ ചൂടാക്കിയാൽ മതി, ബോയിലിംഗ് പോയിന്റ് കുറവുള്ള വേപ്പർ ആയിക്കോളും. ക്രൂഡ് ഓയിലിന്റെ പർട്ടിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പോണന്റ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വളരെ കുറവായിരിക്കും. അത്തരം കമ്പോണന്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അതായത് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വളരെ കുറവുള്ള രണ്ട് കമ്പോണന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഇവർ തമ്മിലുള്ള ഡിഫറൻസിലേക്ക് വളരെ കുറവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണെന്ത്? ഏതാ മെത്തേഡ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ്. ഗ്ലിസറോൾ ആൻഡ് സ്പെൻലൈന്റെ പർട്ടിക്കുലാരിറ്റി, ബോയിലിംഗ് പോയിന്റ് വരെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലിസറോളിലോ സ്പെൻലൈൻ ഏതെങ്കിലും ഒന്ന് ഡീകമ്പോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബോയിലിംഗ് പോയിന്റിൽ ഡീകമ്പോസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഇനി അനലിനെയും വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്യാൻ സ്റ്റീം ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക. സോ A4 ആണെങ്കിൽ B3 ആണെങ്കിൽ C1 ആണെങ്കിൽ D2 ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അല്ലേ?